നമസ്കാരം. ശിവാനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറിമറിയും. ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമശിവൻ ഒരു വ്യക്തിയിൽ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്ന ദേവനാകുന്നു. എന്നാൽ പരമശിവനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഒരു വ്യക്തി പരമശിവനോട്, സാക്ഷാൽ മഹാദേവനോട് അടുക്കും തോറും കാണുന്നതായ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഏവരും സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം വന്ദിക്കുക. മഹാദേവന്റെ അതിവിശേഷപ്പെട്ട നാമമായ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. പെട്ടെന്ന് ഒരു വ്യക്തിയിൽ ദേഷ്യം വന്ന് ചേരുന്നതായ സാഹചര്യം ഒഴിവായി പോകുന്നതാണ്. ആ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതല്ല, എത്രമേൽ പ്രതിരോധിക്കേണ്ട സാഹചര്യമാണ് എങ്കിലും, അല്ലെങ്കിൽ വിഷമകരമായതോ അല്ലെങ്കിൽ ദേഷ്യം വരേണ്ടതായ സാഹചര്യമാണ് എങ്കിൽ പോലും ആ വ്യക്തിയിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതല്ല. ഇത് ആ വ്യക്തിയെ പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതുമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് പെട്ടെന്ന് ദേഷ്യം വരാത്ത പ്രകൃതമോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായ വ്യക്തികളിൽ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്നു എങ്കിൽ, അത് മഹാദേവനോട്, സാക്ഷാൽ പരമശിവനോട് നിങ്ങൾ അടുക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഏത് സാഹചര്യത്തിലാണ് എങ്കിലും അത് വളരെയധികം പ്രതിരോധം സൃഷ്ടിക്കേണ്ടതായ സാഹചര്യമാണ് എങ്കിലും, തിരിച്ചടികൾ നേരിടുന്നതായ സാഹചര്യമാണ് എങ്കിലും ഈ വ്യക്തികൾ വിവേകത്തോടെ പെരുമാറും. ഒരിക്കലും ആ വ്യക്തികൾക്ക് തെറ്റായ രീതിയിലുള്ള ചിന്തകൾ വരുന്നതല്ല, ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. അതിനാൽ തന്നെ ഏത് സാഹചര്യത്തിലും വിവേകത്തോടെ പെരുമാറുവാൻ സാധിക്കുകയും അത് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളായി ഭവിക്കുകയും ചെയ്യും. ഇത് പരമശിവനോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ധാരാളമായ വസ്തുക്കൾ അല്ലെങ്കിൽ വളരെയധികം കാര്യങ്ങൾ, ധാരാളം പണം, സമ്പത്ത്, ഇത്തരം കാര്യങ്ങൾ ധാരാളമായി വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നതല്ല. ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ ആവശ്യത്തിൽ കവിഞ്ഞതായ കാര്യങ്ങൾ വേണ്ട, അത് എന്തു തന്നെയാണ് എങ്കിലും വേണ്ട എന്ന ചിന്ത ഇവരിൽ ഉടലെടുക്കുന്നതാണ്. ഇവർ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരായി മാറും. ആഡംബര ജീവിതം നയിച്ചിരുന്നവരാണ് എങ്കിൽ പോലും ലളിതമായ ജീവിതത്തിലേക്ക് ഇവർ മാറുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അതായത് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്ന് വരുന്ന വ്യക്തികളാണ് എങ്കിൽ, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാക്ഷാൽ പരമശിവനോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും. നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ അതല്ല നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ ഭഗവാന്റെ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യത്തിലോ നിങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഭസ്മത്തിൻ്റെ സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ഒപ്പമുള്ള മറ്റു വ്യക്തികൾക്ക് ഇത് അനുഭവപ്പെടുന്നതുമല്ല. നിങ്ങൾക്ക് ഇപ്രകാരം അനുഭവപ്പെടുന്നു. ഭഗവാന്റെ സാന്നിധ്യമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഭഗവാനിലേക്ക് നിങ്ങൾ കൂടുതലായും അടുത്തിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അപരിചിതരായ വ്യക്തികൾ പോലും നിങ്ങളോട് കൂടുതൽ അടുക്കുകയും പല കാര്യങ്ങളിലും വിശ്വാസം പുലർത്തുകയും ചെയ്യും. അവർ അപരിചിതരായ വ്യക്തികളാകാം. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വളരെയധികം വിശ്വാസം വന്നു ചേരും. അവർ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിക്കും. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക് വലിയ അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കുന്നതാണ്. അത് വേണ്ടപ്പെട്ടവരിലാണ് എങ്കിലും അപരിചിതരായ വ്യക്തികളിലാണ് എങ്കിലും ഈ കാര്യങ്ങൾ
ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. ഭഗവാനോട് നിങ്ങൾ കൂടുതൽ അടുത്തിരിക്കുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ആവശ്യമായി വരാം. അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാകാം. നിങ്ങൾ ലഭിക്കില്ല എന്ന് ചിന്തിക്കില്ല. എന്നാൽ അത്തരത്തിലൊരു ചിന്ത കടന്നു വന്നാൽ പോലും നിങ്ങൾ പ്രയത്നിക്കാതെ തന്നെ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ കടന്നു വരുന്നതാണ്. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്നതായ സാഹചര്യം. കാരണം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഭഗവാൻ അത് കണ്ടറിഞ്ഞു തന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. പലർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം നിങ്ങളിലുണ്ട് എന്നും ഭഗവാനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് ലക്ഷ്യബോധം എന്ന കാര്യം. ലക്ഷ്യബോധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ലക്ഷ്യബോധം നിങ്ങൾക്കില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പല ദോഷകരമായ കാര്യങ്ങളും അന്ന് ചേരുന്നതിന് കാരണമായി തീരാം. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ സാധിക്കും. ലക്ഷ്യബോധം നിങ്ങൾക്ക് വന്നു ചേരും. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലാണ് എങ്കിലും ഏകാഗ്രത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മിത ആഹാരിയായി നിങ്ങൾ മാറും. ഈ കാര്യം നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു എങ്കിൽ പോലും ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. നിങ്ങളിൽ പ്രകടമായ മാറ്റങ്ങളാണ് അത്തരത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രകൃതി, ജന്തുക്കൾ, മൃഗങ്ങൾ തീർച്ചയായും നിങ്ങളോട് കൂടുതൽ അടുക്കും. പക്ഷികൾ പോലും നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മൃഗങ്ങൾ, പക്ഷികൾ നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവർക്ക് പോലും അത് അത്ഭുതമായി തോന്നാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങളാണ് സംഭവിക്കുക. മൃഗങ്ങൾ, പക്ഷികൾ പെട്ടെന്ന് ഇണങ്ങുന്നതാണ്. ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. മൃഗങ്ങളോടുള്ള ഭയം നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇല്ലാതാകുന്നതുമാണ്. പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കി ഒഴിവാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പല കാര്യങ്ങളും ആപത്താണ് എന്ന് മനസ്സിലാക്കുവാനും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സാധിക്കും. മുൻകൂട്ടിയുള്ള ചിന്തകൾ അത് ശരിയായി ജീവിതത്തിൽ പ്രാവർത്തികം ആകുന്നതുമാണ്. ഇപ്രകാരം സംഭവിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. നിങ്ങളിലുള്ള അനാവശ്യമായ ഭയം ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും. ഭയം ഇല്ലാതാവുകയും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ബുദ്ധിവൈഭവത്താൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ആരും നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും മഹാദേവന്റെ അനുഗ്രഹം, സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാലും ഭഗവാനോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതിനാലും സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു. ഇനി അഥവാ ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല. കാരണം ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ പരമശിവൻ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഫലങ്ങൾ, ഇത്തരത്തിലുള്ള സൂചനകൾ നിങ്ങൾക്കും പ്രകടമായി തുടങ്ങും.